ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് വൺ ഡേ ട്രിപ്പ് പോവാണ്. വയനാട്ടിലേക്കാണ് പോകുന്നത്. അപ്പം ഇന്നത്തെ വ്ളോഗ് അതാണ്. അപ്പോൾ നമ്മൾ അമ്മൻ്റെ കൂടെ എനിക്ക് കൊടുക്കാൻ ഇപ്പോൾ ടൈം എത്രയായി? നമ്മളൊരു 6 മണിയാകുമ്പോൾ വരും എന്നാണ് പറഞ്ഞത്. അപ്പം എല്ലാവരും ഫാമിലീസൊക്കെ ഉണ്ട്. നമ്മൾ ട്രാവലറിലാണ് പോകുന്നത്. നമ്മളെ ഫുഡൊക്കെ ഉണ്ടാക്കി ഉച്ചത്തേക്കൊക്കെ കഴിക്കാറുള്ളത്. അപ്പം അമ്മായും അമ്മയൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഓല എന്തൊക്കെ ഉണ്ടാക്കി നമ്മൾ കഴിക്കുമ്പോഴേ അറിയുള്ളൂ. അപ്പോൾ ഇതാ ഞാൻ എക്സൈറ്റ്മെൻറ്റില്ല ഗൈസ്. നമ്മൾ കുറേ ആയിപ്പോൾ അടുത്ത് പോയിട്ടൊന്നുമില്ല. അപ്പോൾ കുറേ ആയി നമ്മൾ പോയിട്ട്. അപ്പം നമ്മളിപ്പം പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ബിരിയാണിയാണ്, ബീഫ് ബിരിയാണി, പിന്നെ ബീഫ് കറിയും പത്തിരിയാണ് നമുക്ക് രാവിലത്തേക്ക്. നമ്മളെ വണ്ടി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇറങ്ങാണ്. അപ്പോൾ എല്ലാവരും മാറ്റീന്. അത് നല്ല മഴ പെയ്തിട്ട് തോടൊക്കെ നിറഞ്ഞുണ്ട്. മഴ പെയ്യുന്നുണ്ട് ചെറുതായിട്ട്. നിൽക്കാറുണ്ട്. കുട എടുക്കണോ വിചാരിച്ചിട്ടാണ്. മഴ പെയ്യുന്നുണ്ട്. സ്ഥലം കയറാൻ പോകാൻ ഫുഡ് കഴിക്കാൻ നമ്മളൊരു ഹോട്ടലിൽ കയറിയിട്ടുണ്ട്. ചായ കുടിക്കുക. നമ്മൾ ചരം കയറുകയാണ്. ചാതിഗിരി വെള്ളച്ചാട്ടത്തിൽ പോവുകയാണ്. നമ്മളത് അങ്ങനെ കയറുന്നു. തുഷാരഗിരി ഇനി മേലേക്ക് വെള്ളച്ചാട്ടം കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും കയറി വന്നു. ഇനിയും കയറാനുണ്ട്. നല്ല തണുപ്പുണ്ട്. വൈബാണ്. വെള്ളച്ചാട്ടം അടിപൊളിയുണ്ട്. ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അതാ തുഷാരഗിരി വെള്ളച്ചാട്ടം. ഇവിടെ ഒരു പാലതാ പാലം മാത്രം. നമ്മളിതാ പാലത്തിൻ്റെ കയറി. അവിടുത്തെ സ്ഥലങ്ങളൊക്കെ അടിപൊളിയാണ്. ഇനി പോവാണ്ട്. അവിടെയൊക്കെ വെള്ളച്ചാട്ടം. നമ്മൾ ബാനാസുര ഡാമിലേക്ക് പോകാണ്. എന്തോ ഒരു മലക്ക് ടിക്കറ്റ് എടുത്ത് കയറി. സ്ഥല മേലെ എന്തൊക്കെ ഉണ്ട്. നമ്മൾ ഡാമിലെത്തി. കുറേ കയറിയിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയത്. ആണപ്പം ഡാം. ഇവിടെ നല്ല മഴ പെയ്യാനുണ്ട്. വേഗം നോക്കൂ. മഴക്കാറ് ചെറുതായിട്ട് ചാടുന്നുണ്ട്. ഇവിടെ തന്നെ കൊടയില്ല, ഒന്നുമില്ല. ഞങ്ങൾ കൊട കൊണ്ടുവന്നിട്ടില്ല ഗൈസ്. നമ്മൾ ഓഫ് റോഡ് നമ്മൾ ഇതിന് പോവാൻ മയത്ത്. തുഷാരഗിരിയും ബാനാസുര ഡാമും 900 കണ്ടിയും പിന്നെ നമ്മളെ വാപ്പച്ചിൻ്റെ ഫാമിലി ഉണ്ട് വയനാട്ടിൽ, അവിടെ പോയതും പിന്നെ നമ്മളെല്ലാം കൊണ്ടുപോയ ഫുഡൊക്കെ റോഡ് സൈഡിൽ നിന്ന് കഴിച്ചതും രാത്രി വരുമ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചതും ഒക്കെ
ഒരു അനുഭവമായി തീർന്നു. പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് ഞങ്ങൾ 2 മണിക്കൂറായിട്ട് വയനാട്ട് ചുരത്തിൽ ബ്ലോക്ക് പെട്ട് പിന്നെ ഇതൊക്കെ ഒരു ഓർമ്മയായിട്ട് തീർന്നു. നല്ല അടിപൊളി ട്രിപ്പായിരുന്നു. കളിയും ചിരിയും ഒക്കെ ആയിട്ട് ഫാമിലിയും വൈബാണ്, അടിപൊളിയായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇതുപോലെ എപ്പോഴെങ്കിലും നിങ്ങളുടെ ഫാമിലിയുമായി ട്രിപ്പ് പോകണം. നമ്മളെ ഇന്നത്തെ ഒരു ദിവസം പോലും ഞങ്ങൾ അറിഞ്ഞില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.